വിശേഷിച്ച് ദൈവമക്കളുടെ ജീവിതത്തിൽ കെണിയൊരുക്കുന്നത് ലോകക്കാരല്ല, വിശ്വാസികൾ തന്നെയാണ് Many പലപ്പോഴും. times the people of the God facing problems when their own people, not from the enemies. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹല്ലേലൂയ കൂടെ നടന്നവർ തന്നെ ആയിരിക്കാം പലരും ഉള്ള അവരുടെ ജീവിതത്തിൽ നിന്ന് അവരുടെ പ്രവൃത്തി മൂലമായിരിക്കാം നമുക്ക് പലപ്പോഴും വേദനിക്കപ്പെടുന്നത്. Many times in the believers realms that people co-believers themselves make problems and get the another believer into a pain. അതുകൊണ്ട് അത്ര സങ്കീർത്തനത്തെ പുസ്തകത്തിൽ അവിടെ ഹല്ലേലൂയ ദാവീദ് ഇപ്രകാരം പറയുന്നു, 55-ാം അധ്യായം 12-ാം വാക്യത്തിൽ 12-13 വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. So when we read Psalms chapter 55 verse 12, 13 and 14, let's read that. ദാവീദ് തന്റെ സാഹചര്യത്തിൽ ഇപ്രകാരമാണ് അവിടെ പറയുന്നത്. David was talking about his situation like this. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു എന്ന്. Amen. It says that for it was not an enemy that reproached me. പുറത്തു നിന്നുള്ള ഒരാളുടെ ഒരു വാള് മുഖാന്തരം നമുക്ക് ഒരു വിടർച്ച വരികയാണെങ്കിൽ നമ്മളത് മറക്കുവാനുള്ള സാധ്യത വളരെ അധികമാണ്. I mean, if we get a problem from someone from outside, we're talking about Psalms 55, 12, 13 and 14. If you get a problem from someone outside, it is okay for us to overcome it quickly. കാരണം അതിനെ നമ്മൾ പലപ്പോഴും ക്ഷമിക്കുവാനും ഇടവരുന്നുണ്ട്. And many times we forget and forgive as well. എന്നാൽ ഇവിടെ പറയുന്നു, എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്ന ശത്രു അല്ലത്രേ, അങ്ങനെയെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിവായി പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്ന്. I could have endured it if a foe were rising against me, I could hide. കാരണം ശത്രുവിന്റെ പ്രവൃത്തിയെ നമുക്ക് വേർതിരിച്ചറിഞ്ഞ്, പുറമേയുള്ളവന്റെ പ്രവൃത്തി നമുക്ക് വേർതിരിച്ചറിഞ്ഞ് നമുക്ക് അതിനെ ഒഴിവാക്കി പോകാനുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. Many times we could recognize the problem, the plans of the enemy, and we could actually endure it and overcome it very fast. എന്നാൽ കൂടത്തിൽ നിൽക്കുന്നവർ തന്നെ നമുക്ക് ഹല്ലേലൂയ പാര പണിതാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. But it is so difficult for someone who's a very close friend or who's a co-believer or someone who's staying with you and they are making plans and tricks against you, and it's so difficult to overcome it. അതുകൊണ്ടാണ് 13 ഇപ്രകാരം പറയുന്നത്, നീയോ എന്നോട് സമാനനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണ സ്നേഹിതനുമായിരുന്നു എന്ന്. And next verse 13 goes like this. But it though a man mine equal, my guide and my acquaintance. അവിടെ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും, ഒരു വിശ്വാസ ജീവിതത്തിന്റെ പുറത്തു നിന്നല്ല ഒരു വിശ്വാസിക്ക് കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്നത്, ആ വിശ്വാസ ജീവിതത്തിന്റെ അകത്തു നിന്ന് തന്നെയാണ് കൂടുതൽ സംഭവിക്കുന്നത് എന്ന്. Oh, this is very common that in nowadays that people do face problems, not from outside, from inside itself. The people who are just very close to them and a close friend and a companion. ഇത് ഈ കാലത്തായിട്ട് പുതിയതായിട്ട് ഉത്ഭവിച്ച ഒന്നല്ല, ഇത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്ന കാര്യമത്രേ. This is nothing newly started in this season, but this was been going on from long ago. This psalm's been written long ago, and this was been happening in those days as well. ഇവിടെ പറയുകയാണ്, സമാനനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ കൂട്ടുകാരനും എൻ്റെ പ്രാണ സ്നേഹിതനായിരുന്നു എന്ന്. But it is you, a man like myself, my companion and my close friend. നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നിന്ന് തന്നെ അത്ര നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മുറിവുണ്ടാകുന്നത് പലപ്പോഴും. Many times our own family members hurt you and put you in a pain. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ വ്യക്തി അല്ല നമ്മളോട് പ്രവർത്തിക്കുന്നത്, ആ വ്യക്തിയിലൂടെ പിശാച് അവനെ ഉപയോഗിക്കുകയാണ് എന്ന വസ്തുത. But we need to understand something. It's not that person herself or himself doing something against you, but the spirit that is dwelling in that person is standing against you and working against you. അതുകൊണ്ടത്രേ പുതിയ നിയമത്തിൽ ഇപ്രകാരം പറയുന്നത്, നമുക്ക് ഫൈറ്റുള്ളത് ആരോടാണ്? ജഡരക്തങ്ങളോട് അല്ല എന്ന്. And that's why it says in the New Testament we have no fight against the fleshly man, a human being. നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരെങ്കിലും നമ്മളെ മുറിപ്പെടുത്തുമ്പോഴത്രേ. So the most painful thing in the life that if you are getting hurt by your wife or husband or your own siblings or your parents, somebody from your own family hurt you, and that's most painful.